റെഡ്മിയുടെ റെഡ്മി 14C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി 14C എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.88 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ, പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടില്ല. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 204 gram ആണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക്കിന്റെ ഹീലിയോ G81 Ultra എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ബേസ് വേരിയന്റിൽ 4GB RAM 128GB ഇന്റേണൽ കൊടുത്തിട്ടുണ്ട്. 6GB RAM 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB RAM 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 4GB RAM 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്റ്റൻഷൻ എന്നൊരു ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. Android 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പിന്നിൽ 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു A ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 5160 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാനും പറ്റില്ല. പ്രോസസ്സറും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിന്റെ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. കാരണം റെഡ്മി 13C എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ സക്സസർ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ആ ഒരു ഫോൺ ഇപ്പം 7,700 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ അതിനടുത്ത് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 8,000 ഒരു മാക്സിമം 8,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ഫോൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനുമാണ്. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് എന്നും പറയാവുന്നതാണ്. എന്തായാലും ഈ ഫോണിന്റെ ഇന്ത്യയിലെ വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റെഡ്മിയുടെ റെഡ്മി 14C എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലെ പ്രൈസിങ് അത്ര മികച്ചൊരു പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.